ജോണി നമ്മുടെ മോട്ടർ അടിച്ചിട്ട് ടാങ്കിലോട്ട് വെള്ളം കയറുന്നില്ലടാ. ഞാൻ ആ പ്ലംബർ മണിയില്ലേ, അവന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ കൂടെ ഒന്ന് പോര്, എനിക്ക് കുഴിക്കാനും പിടിക്കാനും ഒന്നും വേണ്ട. 4 കൊല്ലം എഞ്ചിനീയറിംഗ് ചരച്ചിട്ട് അവന്റെ അമ്മായിമ്മയുടെ ഹലോ. ആടാ, നീ എവിടാ? സ്റ്റഫ് ഉണ്ടോടാ? രാവിലെ ഒരു പോസ്റ്റാടാ, നീ ഇങ്ങോട്ടിറങ്ങ. ശരി. അന്നാദ്യമായി 8 സെമിന്റെ രൂപത്തിൽ വാങ്ങിക്കൂട്ടിയ പണിയുടെ കഥ ഞാൻ സുധീഷിന് മുമ്പിൽ തുറന്നു. മറക്കാനാവാത്ത ഒരു പിടി ഓർമ്മകളും അതിലേറെ സപ്ലികളും എനിക്ക് അല്ല, ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ കോളേജ്. ഞങ്ങൾ 5 പേർ റൂമിൽ. എടത്വാപ്പള്ളി പെരുന്നാൾ കാരണം ഞാൻ ആദ്യം കോളേജിലെത്തിയത് 2 ദിവസം ലേറ്റായിട്ടാണ്. അപ്പോഴേക്കും അവന്മാർ സെറ്റായി കഴിഞ്ഞിരുന്നു. ഹായ്, ഞാൻ ജോൺസൺ. കേറ്. ഇതാ എന്റെ കട്ടില്, കിടന്നു. എന്തൊക്കെയാ കാണിച്ചു? എന്തൊരു മനുഷ്യന്മാരാണ്. കൊള്ളാര 8 മണി എണീര്. എന്തുവാണ് പള്ളിയോട പോലെ ഉണ്ടല്ലോ. ഇത് രാവിലെ മറ്റേ പുതിയടുത്ത മുതലുണ്ടായിരുന്നു, അവന്റെ പണിയായിരിക്കും. ആര്? ജോൺസനോ?
പറഞ്ഞില്ലായിരുന്നു. 8 മണിയായി. എന്നാ ഉണ്ടാകേണ്ട ക്ലാസ്സാ. ഞാൻ അങ്ങനെ കുളിക്കാൻ പോയത്. നിങ്ങൾ എണീറ്റില്ലെങ്കിൽ പോകും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയിട്ട് ഈ ചേട്ടന്മാരുടെ വിഷയമൊന്നും ഇല്ലായിരുന്നു. ഈ റാങ്കിങ് മറ്റും സീനിയേഴ്സ് ആദ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ പിന്നെ അവരും കലിപ്പായി. അതെന്ത് പറ്റി? എന്താടാ എന്താടാ പഠിത്തമാണോ? ബാത്റൂം വെള്ളമാണോടാ? എന്താ ഒന്നും പറയണ്ട. അമ്മായി സീനിയേഴ്സ് അതിനോട് പൈസയും പോയി തേറിയും കേട്ടു. അവന്മാർക്ക് എന്നെ മുടിയാണോ അല്ലാത്ത മോനെ ആ കഥ കാണിച്ച. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വെൽക്കം കിട്ടി, ഞങ്ങൾ സീനിയേഴ്സായി. അങ്ങനെയുള്ള വലിപ്പം നീ എന്തിനാണ് ക്യാബിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ചത്? അയാള് നമ്മളെ കണ്ടിട്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഇത് മുട്ടൻ സീനാകും. എന്തോ പ്രശ്നം? അങ്ങനെ എന്തിനെന്ന് പോലും അറിയാതെ ഞാനും അവന്മാരുടെ കൂടെ സസ്പെൻഷൻ ഓർഡർ വാങ്ങി. നമ്മളും ഞങ്ങോട്ട് നിനക്കൊക്കെ ടൂർ പോകാനാണ്, എന്തിനാണ് എന്നെ കൂടി? വീട്ടിൽ ഞാൻ എന്ത് പറഞ്ഞാണ് വിളിച്ചിട്ട്? അപ്പനാണ് വയ്യാതെ കിടപ്പ. ഇങ്ങനെ ഒരു നാണക്കേടും കൂടി താങ്ങാൻ നേരെ കൊണ്ട് പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല. ഡാളിയ, ഇത് ഞങ്ങളുടെ തെറ്റാ. ഞങ്ങൾ കാരണം നിനക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഡാ ജോബി, നീ മറ്റു കാര്യം സെറ്റ് ചെയ്ത്. പ്രിൻസിപ്പളെ കാണാനുള്ള വാർഡ് ടീംസ് സെറ്റ് ആയിട്ടുണ്ട്. അവർ നാളെ എത്തും. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കോളേജിലും കയറാം. എല്ലാവരും ഹാപ്പി അല്ലേ? ഡാളിയ, ഞാൻ നേരത്തെ ദേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ കാശ് വളരെ കുറവാണ്. നുള്ളിപ്പറിക്കാൻ 10-350 രൂപ കാണും. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് എത്ത് തുണി കിട്ടിയിട്ടില്ല. ആളിയാ 350. കോളേജ് ലൈഫായിട്ട് ഇതൊക്കെ ഉള്ളോ? ബിറ്റൊന്നും ഇല്ലേ? ബിറ്റ് ഉണ്ട്. ആരുടെ പേരിടണം? അവന്റെ പഴയ സെറ്റപ്പിന്റെ പേര് തന്നെ മതി. ശ്രേയ മതിയോ? അവിടെ ആ പഴയ നമ്പർ അങ്ങ് മാറ്റിയേക്ക്. ഇവളോ?
ഹലോ, ശ്രേയാണോ? ഞാൻ ഫൈസൽ ഇപ്പം പുറത്താണോ നിൽക്കുന്നത്? ഓക്കെ, ഇനി ഒരു ഫേവർ ചെയ്യാൻ പറ്റുമോ? നമ്മളെ ജോബി ഇല്ലേ, അവൻ ഹോസ്പിറ്റലിലുണ്ട്. എന്തെന്ന് വെച്ചാൽ അവന് ലൂസ് മോഷൻ, വയറിന് സുഖമില്ല, 2 ദിവസമായി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. എന്താ വെച്ചാൽ എനിക്ക് മറ്റേ അവൻ്റെ ഒരു മെമ്മറി കാർഡ് മേടിച്ച് ആൻസിക്ക് കൊടുക്കണം. ഹലോ, എൻ്റെ മെമ്മറി കാർഡ് അവൻ്റെ ഇരിപ്പുണ്ട്, അത് മേടിച്ച് ആൻസിക്ക് കൊടുക്കണം. നീ അത് ചെന്നാൽ ഞാൻ എടുത്ത് തരും. അവിടെ ഉണ്ട്, അവിടെ ചെന്ന് വിളിച്ചാൽ മതി. എന്നാ ഓക്കെ താങ്ക് യു. നീ എവിടെ പോന്ന് വെച്ച് നീ അവിടെ ഇരി. 8ന്റെ മണി വരുന്നതല്ലേ ഉണ്ട്. ഹലോ, ഉണ്ടല്ലോ. എന്താ എടാ, നിന്റെ അമ്മ വിളിക്കുന്നു. ഹലോ, എടാ ഒരു മിനിറ്റ്. എടാ, ഹോസ്പിറ്റലോട്ട് വരുമ്പം എനിക്ക് വിസ്പർ അടിച്ചോണ്ട് പറയുന്നു. എന്നയക്ക് ജോബിയുടെ നമ്പർ അയച്ചാൽ മതി. അത് വേണോ? അളിയാ, ജോബി ശ്രേയ പെട്ടെന്നാട്ടോ തോന്നുന്നേ. അങ്ങനെ ഒത്തിരിയേറെ തമാശകളും സങ്കടങ്ങളുമായി വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ഫൈനൽ ഇയർ കഴിയാറായപ്പോൾ എൻ്റെ കൂട്ടിന് 4 ഫ്രണ്ട്സും അതിലേറെ സപ്ലികളും. സന്തോഷത്തിൻ്റെ നാളുകൾക്ക് വിരാമമിടുവാൻ വിടപറയലിൻ്റെ വിരഹവുമായി കോളേജിലെ അവസാന ദിവസവും വന്നെത്തി. നമ്മളൊക്കെ ഇനി എന്നളിയാ കാണുന്നേ? നിങ്ങളൊക്കെ കാണും ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഞാൻ കാണൂടാ അങ്ങ് നാട്ടിൽ. എവിടൊക്കെ പോയാലും എന്തൊക്കെ നേടിയാലും ഈ 4 കൊല്ലം നമ്മൾ അനുഭവിച്ചു പറഞ്ഞതും ഒരിക്കലും മറക്കില്ലടാ. എന്നിട്ട് ഇപ്പൊ 1.5 വർഷമായില്ലേ? അവന്മാരൊക്കെ വിളിക്കാറുണ്ടോ? അവന്മാരെല്ലാം തിരക്കില്ലാത്ത ജോലി കയറിയിടാ. പക്ഷേ സപ്ലികളോടത്തോളം കാലം ഒരു എഞ്ചിനീയർ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതം തന്നെ. അതുകൊണ്ട് നാളെ അവന്മാർ കോളേജിലേക്ക് എത്തും. ഞാനും വിട്ടേക്കോടാ. ഞങ്ങൾ ഒരുമിച്ച് കൈവിട്ട ജീവിതം ഞങ്ങൾ ഒരുമിച്ച് തന്നെ തിരിച്ചു പിടിക്കാൻ പോവാം. ശരിടാ, പോവാ. മഴവില്ലിൽ വിരിഞ്ഞൊരു വർണ്ണങ്ങളാൽ നിലാവിൽ വിതറിയ താരങ്ങളാൽ
കൈ